Dear students, today we discuss of the peasants' revolt of 1381. 1381 റിച്ചാർഡ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലുണ്ടായ പെസൻസ് റിവോൾട്ട്, കർഷകരുടെ കലാപം. And there were many causes for it. There was a lot of discontentment in the country on account of the efforts of the landlords to enforce the statute of laborers, which were very harsh and completely ignored the situation created in the country as a result of the Black Death. The workers did not get a fair wage. അപ്പോൾ കർഷകർ ഒരു കലാപത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി. അവിടെ നിരവധിയായ നികുതികൾ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബറേഴ്സ് ചുമത്തുവാനുള്ള തീരുമാനം, ബ്ലാക്ക് ഡെത്തിനെ തുടർന്നുണ്ടായ ആ ഒരു വലിയ അനിശ്ചിതത്വം, അതിനെയെല്ലാം ആ ബ്ലാക്ക് ഡെത്തിനെ തുടർന്നുണ്ടായ കൂലി ലഭ്യമല്ലാത്തൊരവസ്ഥ, ഇതെല്ലാം കൊണ്ട് തന്നെ കർഷകർ വല്ലാത്ത അമർഷത്തിലും ഒരു ഡിസ്കണ്ടൻമെൻറ്റ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദ ഗവൺമെൻറ് ഇമ്പോസ്ഡ് ന്യൂ ടാക്സസ് ഓൺ ദ പീപ്പിൾ ടു മീറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ദി 100 years war, ആൻഡ് ദ പീപ്പിൾ വെയർ നോട്ട് വില്ലിങ് ടു പേ ദം ആസ് ദി ഗവൺമെൻറ് വാസ് നോട്ട് പെർസ്യൂയിങ് ദി വാർ വിത്ത് സക്സസ്. അപ്പോൾ നമ്മൾ കണ്ടു 100 years war ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം പല ഘട്ടങ്ങളിലായി നടന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് 100 years war എന്ന് പറയും. നമ്മൾ ആ 100 years war കണ്ടപ്പോൾ നമ്മൾ കണ്ടു അതിൽ നഷ്ടം ഇംഗ്ലണ്ടിനായിരുന്നു. ഇംഗ്ലണ്ട് ലോസ്റ്റ് ഓൾ ദെയർ പൊസഷൻസ്. ഫ്രാൻസിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തോറ്റ ഒരു യുദ്ധത്തിൻ്റെ ചിലവുകൾ വഹിക്കുന്നതിനായി പുതിയ പുതിയ നികുതികൾ ചുമത്തുവാൻ രാജാവ് നിർബന്ധിതനായപ്പോൾ ജനങ്ങൾക്കതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. കാരണം യുദ്ധം പരാജയമായതിനാൽ അവർ നികുതികൾ കൊടുക്കുവാൻ വിസമ്മതിച്ചു. എ ന്യൂ പോൾ ടാക്സ് വാസ് ലെവിഡ് ഇൻ 1380. 1380 ഒരു നികുതി ചുമത്തപ്പെട്ടു. ദിസ് ആക്ട് പ്രസ്ഡ് ഹെവിലി ഓൺ ദി പൂറസ്റ്റ് ക്ലാസസ് ഹു വെയർ പ്രീവിയസ്ലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സേഷൻ. അപ്പോൾ 1380 ഒരു പുതിയ നികുതി അതുവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്ന ഏറ്റവും താഴേക്കിടയിലുള്ളവരെ കൂടി ബാധിക്കുന്നതായതിനാൽ അതൊരു കലാപത്തിനുള്ള ഇമ്മീഡിയറ്റ് റീസണായി മാറി. The poll tax was the immediate cause of the revolt of 1381. 1381 പെസൻസ് റിവോൾട്ടിലെ ഇമ്മീഡിയറ്റായ കാരണം, ഒരുപാട് അമർഷങ്ങൾ കർഷകർക്കുണ്ടായിരുന്നുവെങ്കിൽ അതിന് പെട്ടെന്നുണ്ടായ കാരണമെന്നാൽ ഒരു പുതിയ നികുതി സാധാരണക്കാരൻ്റെ മേൽ ചുമത്തുവാനുള്ള എ ന്യൂ പോൾ ടാക്സ് ചുമത്തുവാനുള്ള തീരുമാനമാണ് പെസൻസ് റിവോൾട്ടിലേക്ക് നയിച്ച ഏറ്റവും ഇമ്മീഡിയറ്റായ കാരണം. The revolt of 1381 was not directly encouraged by the preaching the doctrine of equality of men before the God and his attack on the wealth of the clergy. അപ്പോൾ ആ കാലഘട്ടത്തിലെ പല പ്രഭാഷകർ അവരുടെ പ്രീച്ചിങ്ങിലൂടെ ജനങ്ങൾ ദൈവത്തിന് മുൻപിൽ ഒന്നാണ് എന്ന ആ ഒരു കൺസെപ്റ്റ് ജനങ്ങളിൽ പരത്തുകയും അതോടൊപ്പം തന്നെ ക്ലെർജിയുടെ വെൽത്ത്, സമ്പത്തിൻ്റെ മേലുള്ളൊരു അറ്റാക്കായിട്ടും കൂടി ഇത് മാറിയിട്ടുണ്ട്. ദ പ്രീച്ചിങ്സ് ഓഫ് ജോൺ ബോൾ, ദ മാഡ് പ്രീസ്റ്റ് ഓഫ് കെൻറ്റ്, ഗേവ് ആൻ ഇൻസെൻറ്റീവ് ടു ദ റിവോൾട്ട്. അപ്പോൾ ജോൺ ബോൾ എന്നയാളുടെ ദ മാഡ് പ്രീസ്റ്റ് ഓഫ് കെൻറ്റ് എന്ന ആ ഒരു കൃതി അത് ഈ കലാപത്തിന് ഒരു ഇൻസെൻറ്റീവായി, ഒരു ഉത്തേജനം പകർന്നു കൊടുക്കുന്നതിന് കാരണമായി. അണ്ടർ ദി സർക്കംസ്റ്റാൻസസ് ദ പീപ്പിൾസ് ആങ്കർ ബേസ്റ്റ് ഇൻ ടു ഫ്ലെയിംസ്. അപ്പോൾ ഈ നികുതികൾ ചുമത്താനുള്ള സാഹചര്യം, അതുപോലെ തന്നെ കൂലി തീരെ ഇല്ലാത്ത സാഹചര്യം, അങ്ങനെ വളരെയധികം അമർഷത്തിലുള്ള ജനങ്ങളുടെ ആ ദേഷ്യമെല്ലാം പൊട്ടിപ്പുറപ്പെടുകയും അത് ഒരു കലാപമായി മാറുകയും ചെയ്തു. റൈസിംഗ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി, എസ്പെഷ്യലി ലണ്ടൻ. അങ്ങനെ പ്രത്യേകിച്ച് ലണ്ടനിലും ഇംഗ്ലണ്ടിലെ എല്ലാ ഭാഗങ്ങളിലും കർഷകരുടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ജോൺ ബോൾ ആൻഡ് വാട്ട് ടൈലർ ലെഡ് ദി റിബൽസ് ടു ലണ്ടൻ ബേണിംഗ് ഡൗൺ മാനർ ഹൗസസ്. അപ്പോൾ ജോൺ ബോളിനെ പോലെയുള്ള വ്യക്തികൾ ഈ കർഷകരുമായിട്ട് ലണ്ടനിലേക്ക് മാർച്ച് ചെയ്യുകയും പ്രഭുക്കന്മാരുടെ കുടിലുകളെല്ലാം പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളെല്ലാം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ദി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി വാസ് മർഡേർഡ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പോലും ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. റിച്ചാർഡ്, എ ബോയ് ഓഫ് 16, came to the forefront and tried to make a treaty
പ്രോമിസിങ് ദി പെസൻസ് ദ ഫ്രീഡം ദേ വാണ്ടഡ്. അപ്പോൾ റിച്ചാർഡ് സെക്കൻഡ് എന്ന 16 വയസ്സ് മാത്രം പ്രായമുള്ള രാജാവ്, അദ്ദേഹം ഈ കലാപകാരികളുടെ മുൻപിലേക്ക് എത്തുകയും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദ പുവർ മോബ് ടുക്ക് എവറിഥിങ് ഇൻ ദി ഫേസ് വാല്യൂ. അങ്ങനെ കലാപകാരികൾക്ക് റിച്ചാർഡ് വാഗ്ദാനം നൽകുകയും ആ വാഗ്ദാനപ്രകാരം ആ വാഗ്ദാനം മുഖവിലക്കെടുത്തുകൊണ്ട് കലാപം അവസാനിപ്പിക്കപ്പെടുകയും ചെയ്തു. റിച്ചാർഡ് ബ്രോക്ക് ഹിസ് പ്രോമിസ് ആൻഡ് ഹാങ്ഡ് ദി ലീഡേഴ്സ് ഓഫ് ദി റെബല്യൻ. പക്ഷേ പിന്നീട് കൊടുത്ത വാഗ്ദാനത്തിൽ നിന്ന് റിച്ചാർഡ് പിന്നോട്ട് പോവുകയും ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവരെ പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തതായിട്ടാണ് ഈ പെസൻസ് റിവോൾട്ടിൻ്റെ ആകത്തുക. അപ്പോൾ എന്താണ് ഈ പെസൻസ് റിവോൾട്ട് കൊണ്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണ്? ആസ് റിഗാർഡ്സ് ദ റിസൾട്ട് ഓഫ് ദി പെസൻസ് റിവോൾട്ട് ഓഫ് 1381, ഇറ്റ് സീം ടു ബി ആൻ അട്ടർ ഫെയിലിയർ. ഇതൊരു തികഞ്ഞ പരാജയമായിരുന്നു പെസൻസ് റിവോൾട്ട്. ബട്ട് ഇൻ ദ ലോങ് റൺ ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദി കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് ഓഫ് വില്ലനേജ് ഫ്രം ദ കൺട്രി. ഇമ്മീഡിയറ്റായി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും പിന്നീട് ഈ വില്ലനേജ് എന്ന പ്രഭുക്കന്മാരുടെ മേഴ്സിയിൽ അല്ലെങ്കിൽ കരുണയിൽ താഴേക്കിടയിലുള്ളവും കഴിയുന്ന പ്രഭു സമ്പ്രദായം, ജന്മിത്വ സമ്പ്രദായം ഇല്ലാതാക്കപ്പെടുന്നതിന് കാരണമായി മാറ്റപ്പെട്ടു. കാരണം ദ റിവോൾട്ട് ടോട്ട് ദി ലാൻഡ് ലോർഡ്സ് എ ലെസൺ ദാറ്റ് ദി ലേബറേഴ്സ് വെയർ എ ഓൾ ഫോർമിഡബിൾ ഫോഴ്സ്. വിതൗട്ട് ദി റിസൾട്ട് ദേ എൻഫോഴ്സ് ദി സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ലേബറേഴ്സ് ഫോർ ഫിയർ ലൈക്ക് സിമിലർ റെവല്യൂഷൻ. അപ്പോൾ ഒരു കാര്യം ലാൻഡ് ലോർഡ്സിന് മനസ്സിലായി, കർഷകർ എന്ന് പറയുന്നത് ഒരു വലിയ ഫോഴ്സാണ്. അവരുടെ അംഗീകാരമില്ലാതെ നികുതികൾ ചുമത്തിയാൽ അത് പിന്നീടൊരു സമാനമായ കലാപത്തിന് വഴിവെക്കുമെന്ന ആ ഒരു തിരിച്ചറിവുണ്ടാക്കുവാൻ ഈ പെസൻസ് റിവോൾട്ട് കൊണ്ട് സാധിച്ചു. ദേ സ്റ്റാർട്ടഡ് പേയിങ് ഹയർ വേജസ് ടു ദി ഹയർഡ് ലേബറേഴ്സ്. അങ്ങനെ ലാൻഡ് ലോർഡ്സ്, ഭൂപർക്കന്മാർ ന്യായമായ കൂലികൾ നൽകുന്നതിന് നിർബന്ധിതരായി തീരുകയും അവർ ന്യായമായ കൂലികൾ കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ദോസ് ഹു വെയർ നോട്ട് വില്ലിംഗ് ടു പേ ഹയർ വേജസ് took to sheep farming and converted their arable land into pastures for sheep. അപ്പോൾ ഒരിക്കലും കൂടുതൽ കൂലി കൊടുക്കുവാൻ ആഗ്രഹമില്ലാത്ത ഭൂപർക്കന്മാർ അവരുടെ കൃഷിഭൂമി പാസ്റ്റർ ലാൻഡാക്കി മാറ്റുകയും ഷീപ്പ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. In a way, the revolt of 1381 changed the rural face of England and prepared the way for modern conditions under which land is let out a money rent. അപ്പോൾ ഈ പെസൻസ് റിവോൾട്ട് സാമൂഹിക വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു കർഷകർ ഒരു ഫോർമിഡബിൾ ഫോഴ്സാണെന്ന് മനസ്സിലാക്കപ്പെട്ടു. ലാൻഡ് ലോർഡ്സ് കൂടുതലായി പേയ്മെൻറ്റ് നൽകുവാൻ നിർബന്ധിതരായി തീർന്നു. അങ്ങനെ ആ ഒരു റൂറൽ ഫേസ്, ആ ഒരു ഗ്രാമീണ മുഖം, ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ മുഖം മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതാണ് 1381 പെസൻസ് റിവോൾട്ട് എന്ന് പറയുക, കർഷകരുടെ കലാപം. വി ഹാഡ് ബീൻ ഡിസ്കസിങ് ഓഫ് ആൻജിവിൻസ്, ദ ലൈൻ ഓഫ് കിങ്സ് ഹു റൂൾഡ് ഇംഗ്ലണ്ട് ആഫ്റ്റർ ദി നോർമൻസ്. നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഹാഡ് ബീൻ ടേക്കൻ പ്ലേസ് ഡ്യൂറിങ് ദി റെയിൻ ഓഫ് ആൻജിവിൻസ്. അപ്പോൾ ആൻജിവിൻ ഭരണകാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾക്ക് ഇംഗ്ലണ്ട് സാക്ഷിയായിട്ടുണ്ട്. സൈനിങ് ഓഫ് ദി ഗ്രേറ്റ് ഡോക്യുമെൻറ്റ് മാഗ്ന കാർട്ട ബൈ കിങ് ജോൺ, ദ ക്രൂസൈഡ്സ്, ദ ബ്ലാക്ക് ഡെത്ത്, ദ ഡെഡ്ലി പ്ലേഗ്, 100 years വാർസ് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്, ദ പെസൻസ് റിവോൾട്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു കാലഘട്ടമായിരുന്നു ആഞ്ചവിൻ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടം. സോ ദി ആഞ്ചവിൻ പീരീഡ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ ദ സ്റ്റഡി ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കുന്നതിൽ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ബിക്കോസ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഹാഡ് ബീൻ ടേക്കൻ പ്ലേസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. നൗ ലെറ്റ് us see ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അണ്ടർ ദി നോർമൻ ആൻഡ് ആൻജിവിൻ കിങ്സ്. ആൻജിവിൻ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ അതിന് മുൻപുണ്ടായിരുന്ന നോർമൻ കാലഘട്ടത്തിലും ഇംഗ്ലീഷ് സാഹിത്യത്തിന് വന്ന മാറ്റം, അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്തായിരുന്നു, അല്ലെ എങ്ങനെയാണ് അത് ആ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്കറിയാം നോർമൻസും ആൻജിവിൻസും ഫ്രഞ്ച് പ്രവിശ്യയിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ ഫ്രഞ്ചായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ്. അത് 100 years വാറിലൂടെയാണ് ഫ്രഞ്ച് വാസ് കൺസിഡേർഡ് ആസ് ആൻ എനിമി ലാംഗ്വേജ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ 100 years വാറിന് മുൻപ്
നോർമൻസിൻ്റെ കാലഘട്ടത്തിലും ആഞ്ചിവിൻ കാലഘട്ടത്തിലും ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട സംസാര ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ചായിരുന്നു. പ്രത്യേകിച്ചും അപ്പർ ക്ലാസ് പീപ്പിൾ, ഉന്നത ശ്രേണിയിൽപ്പെട്ടവരെല്ലാം ഫ്രഞ്ച് ഭാഷ സംസാരിക്കുകയും ഫ്രഞ്ച് മാനേഴ്സ് ഫോളോ ചെയ്യുകയും ചെയ്യുകയാണ്. Now let us see the English literature under these two line of kings, Normans and Angevins. The English literature of the 12th century was medieval in spirit, French in style and expression. അപ്പോൾ ഫ്രഞ്ചിൻ്റെ വലിയ സ്വാധീനമായിരുന്നു 12ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുണ്ടായിരുന്നത്. The Normans and Angevins introduced new literary ideals. The English literature of this period was very much influenced by the old French literature and its characteristics. അപ്പോൾ നോർമൻസിൻ്റെയും ആഞ്ചിവിൻസിൻ്റെയും കാലഘട്ടത്തിൽ അവർ ഒരുപാട് ലിറ്റററി ഐഡിയൽസ് ഇംഗ്ലണ്ടിൽ അവതരിപ്പിക്കുകയും അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഓൾഡ് ഫ്രഞ്ചിൻ്റെ വലിയ സ്വാധീനം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പാർട്ട് ഫ്രം ഫ്രഞ്ച്, ദ ഓൺലി ഫ്ലറിഷിംഗ് ലാംഗ്വേജ് വാസ് ലാറ്റിൻ. ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ലാറ്റിൻ ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നില്ല. ദ റൈറ്റേഴ്സ് ഓഫ് ദീസ് പീരീഡ് വെയർ ക്ലെർജിമെൻ ആൻഡ് മങ്സ് ആൻഡ് ദേ റോട്ട് റിലീജിയസ് വർക്ക്സ്. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുരോഹിതരായിരുന്നു. അവർ കൂടുതലായിട്ടും എഴുതിയത് റിലീജിയസ് വർക്കായിരുന്നു. മിഡീവൽ ഇംഗ്ലണ്ട് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് ബെല്ലാഡ്സ് വിച്ച് വെയർ ഇമ്മൻസ്ലി ലൈക്ഡ് ബൈ ദി കോമൺ പീപ്പിൾ. അപ്പോൾ മിഡീവൽ ഇംഗ്ലണ്ടിലെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ബെല്ലാഡ്സ് ആയിരുന്നു. അതായത് നാടൻ പാട്ടുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യരചന. കാരണം സാധാരണക്കാർ മനസ്സിലാകുവാൻ, ലൈക്ഡ് ബൈ ദി കോമൺ പീപ്പിൾ. ദ സബ്ജക്ട്സ് ഓഫ് എ ബെല്ലാഡ് വെയർ മെയിൻലി റൊമാൻസ്, എ ത്രില്ലിംഗ് അഡ്വഞ്ചർ, എ ഫാമിലി ഡിസാസ്റ്റർ, വാർ ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ ബെല്ലാഡ്സിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരന് താല്പര്യമുള്ള, സാധാരണക്കാരന് മനസ്സിലാകാവുന്ന ഒരു ഫാമിലി ഡിസാസ്റ്റർ ആവാം, യുദ്ധമാകാം, ഒരു ത്രില്ലിംഗ് അഡ്വഞ്ചർ ആകാം. അങ്ങനെ സാധാരണക്കാരന് മനസ്സിലാകുന്ന തീമുകളായിരുന്നു ബെല്ലാഡ്സിൽ ഉണ്ടായിരുന്നത്. ദ ബെസ്റ്റ് ഇംഗ്ലീഷ് റൊമാൻസസ് ആർ ദോസ് വിച്ച് ഡീൽ വിത്ത് ദി എക്സ്പ്ലോയിറ്റ്സ് ഓഫ് ആർതർ ആൻഡ് ഹിസ് നൈറ്റ്സ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആർതറും അദ്ദേഹത്തിൻ്റെ നൈറ്റ്സും, അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരുടെ അതിൻ്റെ റൊമാൻസുകളൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടത്. ജോഫ്രി ആൻഡ് ലേമൺ മേഡ് യൂസ് ഓഫ് ദീസ് ആർതൂറിയൻ റൊമാൻസസ്. ആ കാലഘട്ടത്തിൽ അപ്പോൾ റൊമാൻസിന് പ്രാധാന്യമുള്ള ബെല്ലാഡ്സ് ആയിരുന്നു പ്രത്യേകിച്ചും ഈ 12ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ് ദി 13th century കൺസിസ്റ്റഡ് മെയിൻലി ഓഫ് ഹോമിലീസ്, സെർമൺസ് ഇൻ പ്രോസ് ആൻഡ് വേഴ്സ്. അതും ഒരു റിലീജിയസ് ആയിട്ടുള്ള സെർമൺസ് തന്നെയായിരുന്നു ഈ 13ാം നൂറ്റാണ്ടിലും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉണ്ടായിരുന്നത്. Translations and paraphrases of Bible and so on. These writings were in English to be understood by the poor people. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ. ഇത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. കാരണം സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. സോ സാധാരണക്കാരന് മനസ്സിലാകുവാൻ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ഈ ബെല്ലാഡ്സും ഈ സെർമൺസും എല്ലാം ആ കാലഘട്ടത്തിൽ ഹോമിലീസും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്നത് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവൻ്റെ സംസാര ഭാഷയും ലാറ്റിനും ഫ്രഞ്ചും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരുടെ ഭാഷയുമായിരുന്നു. പക്ഷേ ആഫ്റ്റർ 100 years വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്, ഫ്രഞ്ച് വാസ് കൺസിഡേർഡ് ആസ് ആൻ എനിമി ലാംഗ്വേജ് ആൻഡ് അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊരു വലിയ ഉയർച്ച കൈവരുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. എല്ലാ തട്ടിലുള്ള ജനങ്ങളും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തിരിയുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ വളരെയധികം പരിപുഷ്ടിപ്പെടും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തത് ലാറ്റിനും അതുപോലെ തന്നെ ഫ്രഞ്ചും ഒക്കെ ആയിരുന്നു. English literature of the 13th century consisted mainly of homilies, sermons in prose and verse, translations and paraphrases of Bible and so on. These writings were in English to be understood by the poor people. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാകാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യരചനകളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അണ്ടർ നോർമൻ ആൻഡ് ആഞ്ചിവിൻ കിങ്സ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഒരുപാട് സ്വാധീനം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എത്തപ്പെടുകയും ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടമാണ് നോർമൻസിൻ്റെയും ആഞ്ചിവിൻ കാലഘട്ടം. പ്രത്യേകിച്ചും ആഞ്ചിവിൻ കാലഘട്ടത്തിൽ ഫ്രാൻസുമായി ഉണ്ടായിരുന്ന ദീർഘകാല യുദ്ധങ്ങൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊരു റിവൈവൽ ഉണ്ടാക്കി കൊടുക്കുകയും ഫ്രഞ്ച് ഭാഷയെ എനിമി ലാംഗ്വേജുമായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ
ആഞ്ചിവിൻ ഇംഗ്ലണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം സംഭവങ്ങൾ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ആഞ്ചിവിൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരുപാട് ലാൻഡ്മാർക്സ് ഉണ്ടായിട്ടുള്ള ഒന്നാണ് 1215 മാഗ്ന കാർട്ട സൈൻഡ് ബൈ കിങ് ജോൺ. അതൊരു വലിയ ഒരു ചരിത്രം തന്നെ ലോകത്തിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായിരുന്നു. പിന്നീട് ക്രൂസൈഡ്സ്, ടർക്കിഷ് മുസ്ലിംസുമായിട്ട് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ നടത്തിയ ആ കുരിശ് യുദ്ധങ്ങളെയാണ് ക്രൂസൈഡ്സ് എന്ന് പറയുക. അതുപോലെ തന്നെ ഡെഡ്ലി പ്ലേഗ്, ഒരു പകർച്ചവ്യാധി, ബ്ലാക്ക് ഡെത്ത്, 100 years വാർ ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്, പെസൻസ് റിവോൾട്ട് ഓഫ് 1381, ഇതെല്ലാം നടന്നത് ആഞ്ചിവിൻ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആഞ്ചിവിൻ കാലഘട്ടം എന്നാൽ ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്യും.